നമ്മോട് ഒരുപാട് പേര് ചോദിക്കും അക്കൗണ്ട്സ് നല്ലൊരു അക്കൗണ്ടൻസിനെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ത് ഒരു പുതിയ ആളെ റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ. ഒന്ന് പറയുമ്പോൾ ചില ആളുകളെ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, വിശ്വാസ്യത ഉണ്ടാവും, അവർക്ക് എന്ത് ചെയ്യില്ല അതിന്റെ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒന്നറിയുക, ട്രെയിനിങ് കൊടുത്ത് ഇതുപോലെ തന്നെ ഈ നിങ്ങൾ ഡിസൈൻ ചെയ്ത് മർച്ചിക്സ് ഡിസൈൻ ചെയ്ത പോലത്തെ ഒരു കോഴ്സ് ഡെലിവറി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു സംഗതിയാണ്. ഇവിടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ ഭംഗിയായിട്ടാണ് ഈ കോഴ്സിനെ രൂപീകരണം ചെയ്തതും അതിൻ്റെ സജ്ജീകരണം ഇറക്കിയിട്ടുള്ളതും. ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന അതേ ഒരു കടമ ചെയ്യുന്ന ഒരാളെന്നത് ഒരു അക്കൗണ്ടന്റ്. ബിസിനസ്സിൽ എന്താ നടക്കുന്നത്, ബിസിനസ്സിൽ എങ്ങനെ പോകുന്നത്, എന്താണ് ബിസിനസ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അറിയുന്ന ഒരാളാണെന്ത് ഒരു അക്കൗണ്ടന്റ്. അപ്പോൾ ആ ഒരു അക്കൗണ്ടന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ്സിൻ്റെ ഭാവി തീരുമാനിക്കാനും കൂടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തുടങ്ങിയ വിഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞാൻ സാറിനോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെ നമുക്കിത് ബെറ്റർ ആക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇനാഗുറേഷൻ പരിപാടി കണ്ടിട്ട് സാറിന് എന്ത് തോന്നുന്നു? ഇതിൽ നമ്മൾ ആദ്യം മുതലേ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാരാണെങ്കിലും ഈവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത. കാരണം വെച്ചാൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് ഇല്ല. അവരെന്ത് ചെയ്യുന്നു, ബുക്ക് പഠിക്കുന്നു, ബുക്കിഷ് നോളജ് മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു കാര്യം എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ലെഡ്ജർ പോസ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ആ ഒരു സ്കില്ല് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ളതിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ക്വാളിറ്റി ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒന്നറിയുക, ട്രെയിനിങ് കൊടുത്ത് ഇതുപോലെ തന്നെ ഈ നിങ്ങൾ ഡിസൈൻ ചെയ്ത് മർച്ചിക്സ് ഡിസൈൻ ചെയ്ത പോലത്തെ ഒരു കോഴ്സ് ഡെലിവറി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു സംഗതിയാണ്. നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന പാർട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, കോസ്റ്റിങ്ങിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, ടാക്സേഷൻ്റെ പാർട്ട്, ലീഗൽ കംപ്ലയൻസുകളുടെ ബിസിനസ് ലോ എന്താണ് ഒരു ബേസിക് ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു കമ്പനിയിൽ. ഇതൊക്കെയാണ് ഒരു ഫൈനാൻസ് അക്കൗണ്ട്സ് രംഗത്തോട്ട് വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നതാണ് സാറിന് തോന്നുന്നത്? ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീഗൽ പേഴ്സണാണ്. ആ ലീഗൽ പേഴ്സണിൻ്റെ അയാളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന പോലെയാണ് ഈ കോഴ്സുകൾ ശരിക്കും പഠിക്കുന്നത്. ഈ കോഴ്സിന്റെ സബ്ജക്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസും ടച്ച് ചെയ്യുന്നു, എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച ആൾക്കാരാണ് ആ ഒരു ലെവലിലുള്ള ഒരു നോളജ് കിട്ടുന്നത്. ഇനി അതല്ല, ഈ ഒരു അക്കൗണ്ട്സിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ആ ഒരു റേഞ്ച് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ.